സെക്രട്ടറിയിലെ ഏതെങ്കിലും തരത്തിലുള്ള പങ്ക് ഇതിനകത്ത് ഉള്ളതായിട്ട് അങ്ങനെ എന്തെങ്കിലും? അതിനകത്ത് വളരെ ഉത്തരവാദിത്തപ്പെട്ട മുഖമറിയാത്ത ആളുകളുടെ പ്രചരണമായിരുന്നില്ല. വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് തങ്ങളുടെ ഫേസ്ബുക്കിൽ അത് ഷെയർ ചെയ്തത് എന്ന് മാത്രമല്ല, സ്ഥാനാർത്ഥി പോലും നേരിട്ട് വന്ന് ആ പ്രയോഗത്തെ സംബന്ധിച്ചുള്ള കമന്റ് തെരഞ്ഞെടുപ്പിന്റെ മണിക്കൂറുകളിൽ നടത്തുക. അതുമാത്രമല്ല, അത് വ്യാജമാണെന്ന് അറിഞ്ഞ ശേഷവും CPM-ഉം LDF-ഉം നടത്തിയ പരിപാടിയുടെ മുദ്രാവാക്യത്തിൽ പോലും ഈ ഒരു പർട്ടിക്കുലർ പദം അവർ കൊണ്ടുവരികയാണ്. അപ്പൊ അതിന്റെയൊക്കെ അർത്ഥം എന്താ? അവരതിനെ ഓൺ ചെയ്തു, വ്യാജമാണെന്ന് അറിഞ്ഞിട്ട് ഓൺ ചെയ്തു. ഒന്ന്, തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ അട്ടിമറിക്കാൻ അവസാന മണിക്കൂറുകൾ ശ്രമം നടത്തി, അത് ദയനീയമായി പരാജയപ്പെട്ടു. പിന്നെ ദയനീയമായ ആ പരാജയത്തിന്റെ മാറ്റു കുറക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പിന് ശേഷവും ആ പ്രചരണങ്ങളിൽ കുറച്ച് മുമ്പോട്ട് പോകാൻ നോക്കി. പക്ഷേ അത് ജനങ്ങളും ഇവിടുത്തെ വടകരയിലെയും കേരളത്തിലെ മൊത്തം ജനങ്ങൾക്കും അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലായി. ആ ചെറുപ്പക്കാരൻ കുറ്റക്കാരനല്ലെന്നും അയാൾക്കെതിരെ തെളിവില്ലെന്നും കോടതിയിൽ തന്നെ പോലീസിന് റിപ്പോർട്ട് കൊടുക്കേണ്ടി വന്നു.